മുച്ചിരി പറഞ്ഞാ നമുക്ക് എന്നെ വണ്ടി പോവാം. വാ ഇറങ്ങ നൈസായിട്ട് ഇറങ്ങി കൈപോക്കുന്നില്ല അങ്ങ് ഹെൽമറ്റില്ല അത് അടിക്കാൻ പോയേക്കണ്. ഞാൻ സല്യൂട്ട് അടിച്ചല്ല, ഞാൻ ഏതോ ഒരു ബോധത്തില് മാനിഫെസ്റ്റ് ചെയ്തതോ പ്രാർത്ഥിച്ചതോ എന്തോ സല്യൂട്ട് അടിച്ചല്ല. സത്യം ഞാൻ കണ്ടത് പിള്ളേരുടെ അടുത്തോണ്ടിട്ടൂടെ. ഇതൊന്നും ഓപ്പൺ ആക്കി തരുമോ? ഈ ഹെലിക്കകത്ത് ഫ്യൂൽ ഇല്ല, ഫ്യൂൽ ഇല്ല. ഫ്യൂൽ ഉണ്ടോ? ക്യാനുണ്ടോ? ക്യാനുണ്ടെങ്കിൽ ക്യാനുണ്ട്. എടുത്തെടുത്തു. ലോക്കല്ല ഇത് ലോക്കല്ല, ഹെലി ഓപ്പൺ അല്ലോ. അപ്പൊ ഒരാള് കേറ്, തന്നാള് കേറ്. പറ്റൂല, റിപ്പയർ ആയി. എന്റെ പെട്രോൾ തീർന്നത് വേസ്റ്റ് ആയില്ലേ? ഹലോ 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 ഹലോ, ഞാൻ ഡേവിഡ്. തോക്കിന്റെ കാര്യം സംസാരിക്കാനായിരുന്നു. തോക്കോ? എന്ത് തോക്ക്? തോക്ക് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഒന്ന് വരാം മുച്ചിരി പറഞ്ഞു. മുച്ചിരി പറഞ്ഞാ? ഒന്ന് വരാവോ? എവിടെ വരാൻ? 8108. വരാവോ? വരാ. ഹലോ. പോയിട്ട് മേക്കപ്പ് പോയിട്ട് നിങ്ങൾ പോവാണ് ഒരു സ്ഥലം വരെ പോണം, അർജന്റാ. ആണോ? ആ അതെ. എന്നിട്ട് നമ്മുടെ നിക്കോബറാണ്. അതെ നിങ്ങളുടെ ആളായി മാറിയാ വണ്ടി തരാൻ വന്നിട്ട്? അങ്ങനല്ല, ഞാനിങ്ങനെ വന്ന് കേറി അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പം ഞാൻ ചെയ്ത വണ്ടി തന്നെ എന്നെ ഇടിച്ചിട്ട് എന്നിട്ട് ആരോ പോയി. നിർത്താതെ പോയല്ലേ? നിർത്താതെ പോയി. ഭയങ്കര സംഭവമായി പോയി. ആരെന്ന് അറിഞ്ഞൂടാ. വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതൊരു വണ്ടി ഉണ്ടാക്കിയാളെ സംബന്ധിച്ച്. അതെ, എനിക്ക് ഭയങ്കര വിഷമമായി പോയി. അതെ, ഞാൻ പറഞ്ഞേക്കാം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല മേ ബി. നിക്കോബ്രോനെ അറിയത്തില്ലല്ലോ അങ്ങനെ. ഈ ഒരു ലുക്കാണ് നിക്കോബ്രോയെന്ന് അറിയത്തില്ലല്ലോ. അതാണ് സീൻ. ഇപ്പം SRK എന്ന് പറഞ്ഞ SRK കണ്ടാ അറിയാം. ഈ ഒരു ലുക്ക് കുറെ നാൾ സിറ്റിയിലുണ്ടല്ലോ. നിക്കോബ്രോ ഇപ്പൊ സിറ്റി വന്നത്. അപ്പൊ നിക്കോബ്രോനെ ആ ഒരു ഇതറിയത്തില്ല, അതുകൊണ്ടാ. അത് കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ആദ്യമായിട്ട് വന്നിട്ട് ഒന്ന് കാണാനെ കൊണ്ട് ഒരു ആഗ്രഹം, അപ്പം വന്നതാണ് നോക്കാനെ കൊണ്ട്. ആ വണ്ടി കണ്ടായിരുന്നോ? ഞാൻ എടുത്തറ ഏത് നിങ്ങള് ഒന്ന് കാണിക്കുവായിരുന്നെങ്കിൽ ഒന്ന്. നിങ്ങള് ബിസി അല്ലേ? അപ്പം ഞാനേ ഒരു സ്ഥലത്ത് പോയിട്ട് ഞാൻ ഇപ്പൊ നിക്കോബ്രോ ഇവിടെ തന്നെ ഉണ്ടാവൂലേ? ഒരു സെക്കൻഡ്. ഹലോ. ഞാൻ ഇവിടെ തന്നെ കാണും. കുറച്ച് ഹലോ ഹലോ ഹലോ. നമുക്ക് കുഴപ്പമില്ല. വരാം. ബ്രോയുടെ പേരെന്താണ്? നിക്കോബ്രോ ഇവിടെ തന്നെ അല്ലേ? ഇപ്പൊ ഒരു 5 മിനിറ്റ് ഒരു ചെറിയ വിഷയം ഇപ്പൊ തീർത്തിട്ട് ഇപ്പൊ വരാം. എടാ ഒരുത്തനെ കണ്ണ് വിളിച്ചിട്ടേ. കുട്ടികളെയാ കണ്ണു വെച്ചിട്ട്. എന്റെ വണ്ടി എന്ത് ചെയ്യടാ? എന്റെ വണ്ടി ദൂടക്കണ്ടാ. അത് ചന്ദ്ര ബോധമില്ലേ? അവിടെ വെള്ളമാണോ സർഗേ? വണ്ടി എടുക്കാം. ഹലോ ഒറ്റയ്ക്ക് വരണേ. എടാ എന്റെ കൂടെ ഒരാളൂടെ ഉണ്ടാ. ഒറ്റയ്ക്ക് വരാവോ? ഒറ്റയ്ക്ക് പറഞ്ഞ എന്തിനാ? കൂടെ ഒരാളൂടെ ഉണ്ട് എന്റെ കൂടെ. പ്ലീസാ. അപ്പൊ ചന്ദ്രു ഇത് കൊണ്ടുപോയി ഹണി ട്രാപ്പ് പെണ്ണാന്ന് വിളിച്ചേ. ഒറ്റയ്ക്ക് ചെല്ലണം പ്ലീസ്. അതിനർത്ഥം ചന്ദ്രൻ എന്തായാലും ഒരു കരുതല് കരുതിക്കോ.
ഹലോ നിങ്ങളാണോ ഇപ്പൊ വിളിച്ചേ? അതെ 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 അതെ. ഈ കൂടെ ആൾക്ക് കൂടെ വരാമോന്ന് ചോദിക്കും. കൂടെ അല്ല ഞാൻ ഒറ്റയ്ക്ക് പോവാറില്ല, ഒരാളെ കൂടെ എപ്പോഴും പോവാം. വാ 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 പോ. നമുക്ക് എന്നെ വണ്ടി പോവാം, വാ. എന്നാ മതി ഇപ്പൊ. കേറിക്കോ. എങ്ങോട്ടാ പോണ്ടേ? എങ്ങോട്ടേക്ക് പോണ്ടേ പറയൂ. നമ്മളോടാണ്. ഇയാൾക്കാണ് പോണ്ടേ, അപ്പുറത്തിരുന്നാൽ. മാർക്ക് ചെയ്യോ? മാർക്ക് ചെയ്താ നമുക്ക് എംജിയാ? അല്ല ഞാൻ എംജിയോട്ടെ. ഞാൻ ആരാ പറഞ്ഞ ഞാൻ കണ്ണു കൊടുക്കണെന്ന്? ശരിയല്ലേ? നിങ്ങളുടെ എത്ര ഉണ്ട്? കാശ് എത്രയുണ്ട്? എന്റെ ഒന്നുമില്ല, ഞാൻ വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ. ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന നമുക്ക് എല്ലാം അറിയാം. മച്ചാൻ എത്ര ഉണ്ട്? കയ്യിൽ എത്ര ഉണ്ട്? കണ്ണിന്റെ നമ്മളിങ്ങനെ ഓപ്പണായിട്ട് പറയുന്നതല്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞാൻ വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ. ഈ പുള്ളിയുടെ പേരെന്താ? പേര് ഈ പുള്ളിനെ ഞാൻ ഇപ്പൊ വഴിയിൽ വെച്ച് പരിചയപ്പെട്ടു. പക്ഷേ കയ്യിലെത്ര ഉള്ള? ഹലോ 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 ഹലോ, മൈക്ക് കേക്കുന്നില്ലേ? ജസ്റ്റ് കയ്യിലെത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. ഹലോ ഹലോ, മൈക്ക് കേക്കുന്നില്ലേ? ഒന്നത് ഫിക്സ് ചെയ്തിട്ടോ ചന്ദ്ര. എവിടെയെങ്കിലും ഒന്ന് ഒതുക്കെ ഒരു കാര്യം പറയാനുണ്ട്. സുഹൃത്തെ കേക്കാവോ? സുഹൃത്തെ 90 CR ചന്ദ്ര 90 കോടി. 90 കോടി? ചന്ദ്ര എവിടെയെങ്കിലും 90 തന്നെയാണോ പറഞ്ഞേ? അതെ അതെ 90. എംജി പോണോ? ഇറങ്ങ നൈസായിട്ടങ്ങ് ഇറങ്ങി കൈപോക്കുന്നില്ല അങ്ങ്. മച്ചാനെ അതിക്രമം കാണിച്ച തീർത്ത് കളയാ. ഒറ്റ നമ്മൾ രണ്ടുപേരുണ്ട്. എസർക്കെ വേണ്ട 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 അതിക്രമങ്ങളൊന്നും വേണ്ട. കൈവക്കടാ കേക്ക് പാണിക്കാരാണേ, കൊന്നോളേ. കൈവക്ക പറ. സംസാരിക്കാൻ പറ്റും. കൈബക്ക് വെറുതെ സീനാക്കണ്ട മച്ചാനെ, വെറുതെ സീനാക്കണ്ട. എവിടെ അവനങ്ങ് തീർത്താലേ. വാ വാ, നീ മോളിലോട്ട്. നിന്റെ കയ്യിൽ ഗണ്ണൂലും ഉണ്ടാ? എന്റെ കയ്യിൽ ഒരു പിസ്റ്റല് മാത്രമേ ഉള്ളൂ. പിസ്റ്റൽ? ആ പിസ്റ്റൽ ഒന്ന് താഴെ. നിന്റെ പേരെന്താ? എന്റെ പേര് ഡേവിഡ് പന്തത്താർ. ഞാൻ റോട്ടിൽ നിന്നപ്പോ എന്നെ വിളിച്ചോണ്ട് വന്നത്, ഇങ്ങനെ വിളിച്ച് പറയണം എന്നൊക്കെ പറഞ്ഞു. അത് മാത്രമേ എനിക്കറിയുള്ളൂ. ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമായിട്ട് എനിക്ക് അതിനെ എടാ ചെറിയ സീനല്ല, വലിയ സീനല്ല, ചെറിയ സീന. ഞാൻ കണ്ടില്ല. ഹെൽമറ്റില്ല, അത് അടിക്കാൻ പോയേക്കണ്.
ആ നീ ഡീൽ ചെയ്യുന്ന ആളാണാ? ഏ? നീ ഡീൽ ചെയ്യുന്ന ആളാണാ? എന്ത് ഡീല്? ഈ ഗണ്ണൊക്കെ ഡീൽ ചെയ്യുന്ന ആളാണാ? അല്ലല്ല, പിന്നെ ഞാൻ റോട്ടിൽ നിന്നപ്പോ എന്നെ വിളിച്ചോട്ട് വന്നത് ഇങ്ങോട്ടേക്ക്. ആ, അത് കഴിഞ്ഞിട്ട് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സംസാരിക്കാൻ പറ്റില്ല. അവനെ ഗണ്ണയും ചെയ്തപ്പോ ഞാൻ ഭയങ്കര പറഞ്ഞതാ, സീനായിരുന്നല്ലേ? വേണ്ട, അവനെ ഗണ്ണയും ചെയ്തപ്പോ അയ്യോ പുള്ളിയെ മരിച്ചോ? ഓപ്പോസിറ്റ്. എനിക്ക് തോന്നണേ മുകളിൽ വന്നിട്ട് EMS വലിച്ചു. ഓക്കെ സെറ്റ്. കേറി. ചേർന്നായിരുന്നു. എന്റെ പേര് ചന്ദ്രൻ. നെക്സ്റ്റ് മീറ്റ്. ഇവിടെ മോളില് കാണാവോ? അവനുണ്ട് അവനെ പൊക്കണ്ടെന്ന് പറയാ. പൊക്കിയിട്ടില്ല. EMS ഇവിടെ പോണ്ട്. ഞാൻ എന്നെ ബസ് വെക്കിയത് അതാ ഞാൻ കാണുന്ന. പൊക്കിക്ക. സാറ് വെക്കോ. വാ പോ നമുക്ക്. നിനക്ക് ഒട്ടും അനുസരണ ഇല്ലാട്ടോ നിനക്ക്. ഡ്രൈവിംഗ് സീറ്റ് കേറി അടിക്കും. ഇറങ്ങ 1-5 ഒരെണ്ണം ഇറങ്ങിനെ അടിച്ചങ്ങ് കൊല്ലും. നമ്മളിപ്പോ ഡയറക്റ്റ് അങ്ങ് കൊല്ലും. ഇറങ്ങിക്കോ. ഓക്കെ. അച്ഛനെ പറഞ്ഞ മനസ്സിലാവൂലേ? എന്തിനാ സംസാരിച്ചായിരുന്നല്ലേ നീ നേരത്തെ വെടിവെച്ചേ? ഹലോ എന്ത് വണ്ടിക്കകത്ത് തന്നെ ഇമോട്ടിന്റെ മറ്റേ സാമാനമായിട്ട് കളിക്കല്ലേ നീ. അങ്ങ് ഇറങ്ങേ മാറേ. തീർത്ത് കളയെ ഒരു സംശയമില്ല. തീർത്ത് കളയും. കാര്യം പറഞ്ഞ മനസ്സിലാകത്തില്ലേ? ശരി അപ്പൊ അച്ഛനെ വണ്ടി ബാക്കോട്ട് മണ്ണെണ്ണ ഉണ്ടോ? ഒന്ന് ഒഴിക്കാൻ തരുമോ? ഒഴിക്കേ. പിന്നെ ഒരുത്തനെ കത്തിക്കാന്ന്. മണ്ണെണ്ണ ഇല്ലടാ. എന്റെ പെട്രോൾ കയറണ്ട അവനെ. ഹലോ ചന്ദ്ര. നമ്മള് 8027 കുഴപ്പമില്ല. ഒരാള് ഒരുത്തനെ ഉള്ളു. എന്തെങ്കോട്ടെ കോള് വിളിക്കണ. വിളിക്കാം. ഇവനെ കൊണ്ട് കത്തിക്കാം. പ്ലീസ് കത്തിക്കല. നീ സംസാരിക്കണം. നിനക്ക് മോടാ നിന്റെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ട്. നീ ഓട്ടോറിക്ഷ ഓടിച്ചാ നടന്നു പോയാ നീ? ഒരു പ്ലേസും ഇല്ല മച്ചാനെ. ഒരു പ്ലേസും ഇല്ല. ഒരു ദാക്ഷിണ്യം ഇല്ല. നീ നമ്മളങ്ങ് ഉണ്ടാക്കാന്ന് വിചാരിച്ച നീ. പിന്നെ ഒറ്റയ്ക്ക് വിളിച്ചു വരുത്തി നീ അങ്ങേ. അതിബുദ്ധി കാണിച്ചു കഴിഞ്ഞാ പൊന്നു മോനെ.
വന്ദേ മാരുതം. നിന്റെ കാശും 90 കോടിയും അതോ ഉടലോടെ പോ, ഉടലോടെ. എന്നിട്ട് പറ എന്നിട്ട് ബോധം വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും പറയണം ഗണ്ണ് ഞാൻ വിൽക്കൂല, വിൽക്കണവരെ വിൽക്കാനും സമ്മതിക്കൂല. ശവസംസാരം നടന്നോണ്ടിരിക്കുക. ചന്ദ്ര ഇത് പറ്റിക്കാൻ വേണ്ടി പലതും ഇതാക്കുന്നത്. പറ്റിയോടി പലതും പറയും. ഇല്ല, എനിക്ക് വിശ്വാസം ഇല്ല. എവിടെ അവിടുന്ന് മാറി ഞങ്ങള് എവിടെ പോയി? ഹോസ്പിറ്റലോ ഇപ്പൊ അവിടെ കാണും. ഹോസ്പിറ്റൽ ഇപ്പൊ പോയി കഴിഞ്ഞാൽ അവന് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ നിന്ന് മുകളിലാണല്ലേ? താഴെ ഇറങ്ങ സാമാനൊന്നും അറിയത്തില്ലല്ലേ? മോനടാ താഴെ ഇറങ്ങ അല്ലെങ്കിൽ നീ അകത്തായിരിക്കും, കുറച്ച് അധിക ദിവസം കാണും കേട്ടോ. വലിച്ചം കൊടുക്കാവേ. പറയാനാ അറ്റ്ലീസ്റ്റ് അല്പം കുഴപ്പമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഈ സിറ്റുവേഷൻ തുടങ്ങിയപ്പോഴേ ആരും മെറ്റ പറയില്ലെന്ന് പറഞ്ഞേ. ഞാൻ അന്നേരം തൊട്ട് ഞാൻ ചാറ്റ് നോക്കിയല്ല, അതായത് മറ്റേ കോള് വന്നെന്ന് പറഞ്ഞില്ലേ, അന്നേരം തൊട്ട് എനിക്ക് അറിഞ്ഞൂടെ എന്താണെന്നൊന്നും ആരാണോ എന്താണോ ഒന്നും. ഞാൻ അന്നേരം ചാറ്റ് നോക്കുന്നില്ലായിരുന്നേ, ഫുള്ള് ഞാൻ ഇതില് തന്നെയായിരുന്നു നോക്കിട്ടിരുന്നത്. ഈ വാടാണ് എന്തായാലും എക്സ്പെക്ട് ചെയ്തില്ല ടോട്ടു. ഞാനും ചെയ്തില്ല. ഞാൻ കത്തി സിറ്റി വന്ന അവനെ അതിന്റെ മോനെ കണ്ണുപോയി കണ്ടിട്ട് ഞാൻ നോക്കാൻ നേരത്തെ താഴെ ചാടിയിട്ട് മറ്റേ അവിടെ തൂണിന്റെ കവർ പോയി വണ്ണയിക്കുന്നു. ഞാൻ ഹെൽമെറ്റ് ഇല്ലാതെ ചെന്ന് കയറി കൊടുത്തു. പറയാനാ ഗസ് ചെയ്യണ്ടായിരുന്നു. ഓ ഇടയ്ക്കൊന്ന് വെട്ടിയായിരുന്നു കണ്ടായിരുന്ന. ഇല്ലല്ല ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ നിക്കോബറിനെ കൊണ്ട് വണ്ടി അടിച്ചു കൊടുക്കാൻ പോവാ. പോണം അല്ലെങ്കിൽ പുള്ളി പോകും. എന്റെ മൈൻഡിൽ ഞാൻ കാണിക്കാൻ പോന്നെ ഗണ്ണ് വാങ്ങിക്കാനെ കൊണ്ടുപോയി അവന്റെ കയ്യിലുള്ള കാശ് തട്ടിയെടുത്ത് ഇതാക്കണം. അതെടുക്കായിരുന്നു എന്തൊരു അല്ല ഇതന്നെ നമ്മള് കണ്ണ് വിൽക്കോളാം മയസാർക്ക് ആലോചിച്ചത്.